ഹലോ, വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ട്രഡീഷണലി എങ്ങനെയാണ് പ്ലം കേക്ക്സിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൽക്കഹോൾ സോക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള പ്ലം കേക്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് പ്ലം കേക്ക്സ് ഉണ്ടാക്കാം. ഈ ഒരു മെത്തേഡിൽ ഒരു ദിവസം മുന്നേ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഗ്രേപ്പ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് ഇവയിൽ ഏതെങ്കിലും ഒരു ജ്യൂസ് ആയിരിക്കും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റ്സും ഒക്കെ നമുക്ക് ഇനി നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ട് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. 5 ചെറിയ ഓറഞ്ചസ് പിഴിഞ്ഞപ്പോഴാണ് ഇത്രയും ജ്യൂസ് കിട്ടിയത്. ഡ്രൈ ഫ്രൂട്ട്സ് 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ ആവാം. എന്തായാലും ഒരു 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഉണക്കമുന്തിരി, കാൻഡീഡ് ജിഞ്ചർ, കാൻഡീഡ് ഓറഞ്ച് പീൽ ഇതൊക്കെ കുറച്ച് കൂടുതൽ എടുത്തോളൂ. ട്രഡീഷണൽ വേയിൽ ആൽക്കഹോളിക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിംഗ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് യൂസ് ചെയ്യാം. അതല്ല കുറച്ച് ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ടെട്രാ പാക്കിൽ വാങ്ങിക്കാൻ കിട്ടും. ലോറിയൽ അല്ലെങ്കിൽ ട്രോപ്പിക്കാനയുടെ ഓറഞ്ച് ജ്യൂസ് അതെടുത്താലും മതി. ഇനി ഓറഞ്ച് ജ്യൂസിന് പകരം ആപ്പിൾ ജ്യൂസും അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസും യൂസ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ്ലി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിക്കണം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടുള്ള പ്ലം കേക്ക്സ് താല്പര്യമില്ലാത്തവർക്ക് ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. 1-2 ദിവസത്തെ സോക്കിംഗ് മതി. നമ്മൾ സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. അതുപോലെ പ്ലം കേക്ക്സിന് അധികം ഷെൽഫ് ലൈഫ് കിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉപയോഗിക്കണം. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രഷ് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇത് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ റൂം ടെമ്പറേച്ചറിലോട്ടാവണം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഓറഞ്ച് ജ്യൂസിൽ കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ട് ഓറഞ്ച് ജ്യൂസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാകുന്നത് വരെ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് 125 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ വേണം. അത് റൂം ടെമ്പറേച്ചറിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് അടികട്ടിയുള്ള പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ചെറുതീയിൽ വേണം ഷുഗർ കാരമലൈസ് ചെയ്യാൻ വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. സ്പൂൺ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. പാത്രം ഇടയ്ക്ക് ഒന്ന് ഷേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ മതി. പഞ്ചസാര നല്ലപോലെ മെൽട്ടായിട്ട് വരണം. അതുപോലെ കളറും നല്ല ഡാർക്കായിട്ട് കിട്ടണം. പഞ്ചസാര മെൽറ്റായി കളർ ചേഞ്ചായി ഇതുപോലെ പതഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ആയതിനു ശേഷം ബാക്കി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1/2 കപ്പ് ചൂടുവെള്ളം മുഴുവനും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. 5 മിനിറ്റിൽ ചെറുതീയിലിരുന്നതൊന്ന് തിളച്ചോട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ കാരമൽ സിറപ്പ് ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കാരമൽ സിറപ്പ് ചൂട് പോയി ഒന്ന് തിക്കനായിട്ട് വന്നിട്ടുണ്ട്. ഇത് 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. നെക്സ്റ്റ് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അടുത്തത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ക്ലീനായൊരു പാത്രത്തിലോട്ട് 1.5 കപ്പ് മൈദ ആദ്യം ആഡ് ചെയ്യാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ മിക്സഡ് സ്പൈസസ് പൗഡർ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ അരിച്ചു കൊടുക്കാം. മിക്സഡ് സ്പൈസസിൽ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക ഇതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മിക്സഡ് സ്പൈസസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. 1-2 തവണ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കൊള്ളും. 1/2 കപ്പ് നിറയെ ബ്രൗൺ ഷുഗർ, ഏകദേശം 120 ഗ്രാമിൻ്റെ അടുത്ത് വരും. നെക്സ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറയെ ഓറഞ്ച് മാർമലേഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ ബ്ലാക്ക് കറന്റ് ജാമും എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കറന്റ് ജാമിന് പകരമായിട്ട് നമുക്ക് സ്ട്രോബെറി ജാം അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം യൂസ് ചെയ്യാം. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ തേനും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാം. 1/4 കപ്പ് കാഷ്യൂനട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ചോപ്പ് ചെയ്ത കാഷ്യൂനട്ടും ഒരു സിംഗിൾ ബൗളിലോട്ടാക്കി മിക്സ് ചെയ്ത് വെക്കാം.
ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് താഴെ പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കണം. മുട്ടയുടെ വെള്ളയിൽ ഒരു തരി ഉപ്പിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ്സ് ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട്. 30 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മറ്റൊരു ബൗളിൽ 125 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ ആദ്യം ആഡ് ചെയ്യണം. ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ച ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. ബട്ടറും ഷുഗറും നല്ലപോലെ ബ്ലെൻഡ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് സൈഡ്സ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്തതായി 3 മുട്ടയുടെ മഞ്ഞ ഓരോന്നോരോന്നായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ആഡ് ചെയ്യാം. ഓറഞ്ച് എസൻസ് ഓപ്ഷണലാണ്. നെക്സ്റ്റ് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് സൈഡ്സ് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലോട്ട് നമ്മൾ മുന്നേ തന്നെ മാറ്റി വെച്ചിട്ടുള്ള ഓറഞ്ച് മർമലൈഡ്, ബ്ലാക്ക് കറന്റ് ജാം, തേൻ ഇതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ച കാരമൽ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ട സമയമായി. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ്ചർ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിൽ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. സൈഡ്സ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്നും ഡ്രെയിൻ ചെയ്തെടുത്ത ഓറഞ്ച് ജ്യൂസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1/4 കപ്പ് എടുത്ത് പകുതി ഭാഗം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലോർ മിക്സ്ചർ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം മിക്സായി വരുമ്പോൾ ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസും കൂടെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. സൈഡ്സ് ഒന്ന് നല്ലപോലെ സ്ക്രേപ്പ് ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ള ഫ്ലോർ മിക്സ്ചർ കൂടെ ആഡ് ചെയ്ത് ഫൈനൽ ഒരു മിക്സിംഗ് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ മുന്നേ മൈദയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു സ്പാറ്റില വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഹാൻഡ് മിക്സർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലം കേക്ക്സിന് കുറച്ചുകൂടി ഡാർക്ക് കളർ കിട്ടുവാനായിട്ട് ഇതുപോലുള്ള കാരമൽ ഫുഡ് കളർ അവൈലബിൾ ആണ്. കാരമൽ ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. നമ്മൾ പുറത്തോട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാകും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാരമൽ ഫുഡ് കളറാണ് ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മുന്നേ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ്സ് കുറച്ചായിട്ട് ആഡ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ്സ് ഇതിലോട്ട് വളരെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ എഗ് വൈറ്റ്സും യോഗം സെപ്പറേറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ടിൻ ലൈൻ ചെയ്തെടുക്കാം. പാച്ച്മെൻറ്റ് പേപ്പർ ഞാൻ റൗണ്ട് ഷേപ്പിലും പിന്നെ ടിന്നിൻ്റെ സൈഡിൽ വെക്കാനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് മെൽറ്റഡ് ബട്ടർ ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഗ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷം പാച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ടിന്നിൻ്റെ നടുവിലും സൈഡ്സിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ലെയറായിട്ടാണ് പാച്ച്മെൻറ്റ് പേപ്പർ ടിന്നിൻ്റെ നടുക്കിലും സൈഡിലും വെച്ച് കൊടുക്കുന്നത്. കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. OTG അല്ലെങ്കിൽ അവൻ 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത കേക്ക് ബാറ്റർ 2 കേക്ക് ടിന്നിലോട്ട് മാറ്റിയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സിംഗിൾ കേക്കായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ടൈം കുറച്ച് കൂടുന്നേ ഉള്ളൂ. കേക്ക് ബാറ്റർ ഈവനായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കേക്ക് ടിൻ നല്ല പോലെ ടാപ്പ് ചെയ്തെടുക്കണം. എയർ ബബിൾസ് റിലീസ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. കാഷ്യൂ നട്ട്സ് വെച്ചിട്ട് മേൽഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം.
140 ഡിഗ്രി ടെമ്പറേച്ചറിൽ 50 മുതൽ 1 മണിക്കൂർ വരെ സമയമെടുക്കും ഇത് ബേക്കായി വരാനായിട്ട്. 45 മിനിറ്റിന് ശേഷം കേക്ക് ബേക്കായി എന്ന് അറിയാനായിട്ട് ഒന്ന് ഞാൻ പുറത്തേക്ക് എടുത്തു. ടൂത്ത് പിക്ക് വെച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ കേക്ക് ഇനിയും ബേക്കാവാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഓരോ അവനിലും ബേക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ 45 മിനിറ്റിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേക്ക് ബേക്കായോ എന്ന് അറിയാനായിട്ട്. ഇത് നമ്മൾ ആൽക്കഹോൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇതുപോലെ ജാറൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വുഡൻ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം ടിന്നിൽ നിന്നും പുറത്തോട്ട് എടുത്തു. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണിത്. ഒരാഴ്ച വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാം. അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് സ്റ്റോർ ചെയ്താൽ മതി. കേക്ക് ബേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഞാനിത് കട്ട് ചെയ്യാറുള്ളൂ. അതിൻ്റെ കളറും ഫ്ലേവറൊക്കെ ഒന്നും കൂടെ എൻഹാൻസ് ആയി കിട്ടും നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും. ഡ്രൈ ഫ്രൂട്ട്സ് ആൽക്കഹോളിക് സോക്കിങ് ചെയ്യാനായിട്ട് ടൈമില്ലാത്തവർ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണിത്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching. Bye bye.